हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, सर्वत्र गोविन्दनाम संकीर्तनं, गोविन्द गोविन्द। गंगणपते नमः, गुंगुरुभ्यो नमः, सं सरस्वत्यै नमः। नाथवंशस्थितं नाथं परमात्मानमीश्वरं, कारुण्यवारिधिं वन्दे मोहनं ഗുരുദൈവതം. ജയ് മോഹൻജി. എല്ലാവർക്കും നമസ്കാരം. ആരെയും കമൻറ്റ് കാണാനില്ലല്ലോ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം, രാധാസഹായമതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സ്വാമീ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര, രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാദൃതാനനേന്തോ, മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാഭികാഭികാഭി, വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ, യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം, ശ്രീഗോപീചരണാരവിന്ദപരമാണവേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം നേർന്നും കൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഇന്നലെ ചില സാങ്കേതിക കാരണങ്ങൾ നിമിത്തം നമ്മളുടെ പതിവായിട്ടുള്ള സത്സംഗം നടത്താൻ സാധിച്ചില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് ഇന്നില്ല എന്ന് നിശ്ചയിക്കേണ്ടി വന്നത്. മിനിയാന്ന് ഇവിടെ പെയ്ത
അതിഗംഭീരമായിട്ടുള്ള മഴയിലും ഇടിവെട്ടിലും കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനോടനുബന്ധിച്ച് അവരെ പോയി കാണാനും കൊണ്ടുവരാനും ഉള്ള ആ ഒരു തിരക്കിൽപ്പെട്ടത് കൊണ്ട് നമ്മളുടെ നിശ്ചിത സമയത്ത് സത്സംഗം നടത്താൻ സാധിച്ചില്ല. അപ്പോൾ ആ വിവരം ധരിപ്പിച്ചിരുന്നു, എല്ലാവരും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുകയാണ്. ചിലവർ പിന്നീട് ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ എന്ന് വ്യക്തിപരമായി ചോദിച്ചിരുന്നു. അവർക്കതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഇന്നലെ വൈകിട്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്തു. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഭാഗവതം ഒരുപാട് ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ സംശയങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും മറുപടി നൽകുന്നുണ്ട്. ഏത് കാലഘട്ടത്തെയും മനുഷ്യനെ സംബന്ധിച്ച ഒരു സുപ്രധാനമായ പ്രശ്നമാണ് ദുഃഖം എന്നുള്ളത്. പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കുക. ഏത് തരത്തിലുള്ള ദുഃഖമായാലും അതിൽ നിന്ന് മോചനം അനിവാര്യമാണ്. ദുഃഖത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം അതോടുകൂടി ഇല്ലാതായി എന്ന് പറയാം. ഏത് ദുഃഖങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് മോചനം നമുക്ക് നേടാൻ സാധിക്കണം. ഒരു മഹാത്മാവിൻ്റെ വാക്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പുറമേ നിന്ന് കണ്ടു നിൽക്കുന്നവന് ചിരിക്കാനുള്ളതാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ, കാഴ്ചക്കാർക്ക് ഈ ലോകം ചിരിക്കാനുള്ളതാണ്. എന്നാൽ ജീവിതത്തെ അനുഭവിക്കുന്നവർക്ക് പലപ്പോഴും കരയാനുള്ളതാണ് എന്ന് ഒരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വയം ഒന്നിനാലും ബാധിക്കപ്പെടാതെ എല്ലാത്തിനും അതീതരായി നിന്ന് പരിഭ്രാന്തമായ ലോകജീവിതത്തിൻ്റെ നേർക്ക് ഒരു അനുകമ്പാമസൃണമായി പുഞ്ചിരി പൊഴിക്കുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ചുരുക്കം ആളുകൾ ഈ ലോകത്തുണ്ട്. അവര് ഋഷികൽപ്പന്മാരാണ്. സാധാരണ ജനങ്ങള് ആവശ്യത്തിനും അതുപോലെ തന്നെ അനാവശ്യത്തിനും ദുഃഖം അനുഭവിക്കുന്നു. ഇനി ദുഃഖാനുഭവത്തിൽ പ്രായഭേദം ഇല്ല, ലിംഗവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല. ഞാൻ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ദുഃഖമില്ല, അങ്ങനെയില്ല. ഞാൻ ഇന്ന ജാതിയിലാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ദുഃഖമില്ല, അങ്ങനെയില്ല. ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് മതത്തിൽപ്പെട്ടാലും മനുഷ്യനാണോ എങ്കിൽ ദുഃഖം വരും. അത്രയ്ക്ക് സർവാശ്രേഷിയായ ഒരു വികാരമാണ് ദുഃഖം എന്നുള്ളത്. ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ? ഇത് പണ്ടത്തെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവികൾ ചിന്തിച്ചു. അങ്ങനെ അവരുടെ ചിന്തകളിൽ നിന്നാണ് പിന്നീട് ചില മതങ്ങൾ, ചില അഭിപ്രായങ്ങൾ രൂപം കൊണ്ടത്. ദുഃഖാഗ്നിയിൽ എരിഞ്ഞ സാധാരണക്കാർക്ക് ഒട്ടൊരു കുളിർമ നൽകാൻ ഈ മതങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ദുഃഖത്തിൽ നിന്ന് മോചനമാണ് മിക്ക മതങ്ങളും ലക്ഷ്യമാക്കുന്നത്. ഇനി മോചനത്തിന് പല പല മാർഗങ്ങളുണ്ടാകാം. എന്നാലും മതഗ്രന്ഥങ്ങൾ കാട്ടിത്തരുന്നതായ മാർഗങ്ങൾ എല്ലാം അത്യന്ത ഭിന്നങ്ങൾ എന്ന് പറഞ്ഞുകൂടാ. ഇപ്പം ദുഃഖമോചനത്തിനായിട്ട് ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ദുഃഖത്തിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞാൽ
മോചനത്തിൻ്റെ മാർഗം നമുക്കിവിടെ തുറന്നു കിട്ടും. ഇത് അല്പം ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. മിക്ക ദുഃഖങ്ങളുടെയും കാരണം അക്ഷമതയാണ്. അക്ഷമതയും തൽഫലമായിട്ടുള്ള വിവേകനാശവുമാണ് ദുഃഖത്തിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ ഇവിടെ നിന്ന് സൂചിപ്പിക്കാം. ഒരു ഈശ്വരഭക്തയായ ഒരമ്മ, നമുക്കൊരു ഉദാഹരണം എടുക്കാം. ആ അമ്മയുടെ വീട്ടിൽ നല്ല ഒരു പൂജ, ഭഗവാനെ ആദരിക്കാൻ ഒരു പൂജാമുറി ഉണ്ടെന്ന് വയ്ക്കുക. അവിടെ ഒരുപാട് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹങ്ങൾ, ശാസ്താവിൻ്റെ, സുബ്രഹ്മണ്യൻ്റെ, ഗണപതിയുടെ, മറ്റനേകം ദേവീദേവന്മാരുടെ ചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസര്, സത്യസായി ബാബ, അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയി, ശ്രീ ശങ്കരാചാര്യ ചിത്രം, അതുപോലെ ശ്രീ രവിശങ്കർ, ഇങ്ങനെ വേണമെങ്കിൽ ആധുനിക കാലത്ത് ഇപ്പോൾ ഉള്ളവരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ആ പൂജാമുറിയിൽ ആ അമ്മ എന്നും ഒരു പ്രത്യേക സമയത്ത് വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാറുണ്ട്, കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാലഘട്ടം. അങ്ങനെ ആ അമ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ധ്യാനവും പൂജയും ജപവും പിന്നെ തൽക്കാലം തൻ്റെ ഭൗതികമായ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ സുഖമായിട്ട് പോകണു. വല്ല അല്ലലും ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ അമ്മയുടെ ഏക മകനെന്നോ ഏക മകളെന്നോ പറയാം, അവർ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. ആ മരണവൃത്താന്തം അറിഞ്ഞ് അവർക്ക് ഭ്രാന്ത് പിടിക്കുകയും എന്തൊക്കെയോ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നു. ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൻ്റെ ബുദ്ധിയുടെയൊക്കെ സമനില തെറ്റിപ്പോകുക. ഈ സമനില തെറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പപ്പ ചിന്തയിൽ വരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊന്നും ഒരു ക്രമം ഉണ്ടാവില്ല. ചിലപ്പോൾ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ആ അമ്മ പൂജാമുറിയിലേക്കാണ് ആദ്യം ചെന്നത്. അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ വലിച്ചെറിഞ്ഞു, ആകെ ഒരു വികൃതമാക്കി. ഇത് കണ്ട് സഹിക്കവയ്യാതെ അവിടെ നിന്ന് ആ അമ്മയുടെ സഹോദരി അവരെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ആ പൂജാമുറി എന്നേക്കുമായിട്ടാണ് അടച്ചു. നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. പിന്നെ എന്താണ് തുറന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അമ്മയുടെ മരണത്തിന് ശേഷം ആണ് ആ പൂജാമുറി വീണ്ടും ഒന്ന് തുറന്നത്. ഇത് ഞാൻ കേട്ടറിഞ്ഞൊരു കഥയാണ്. കേട്ട് അറിഞ്ഞ ഒരു കഥയാണ്. ആ അമ്മ മരണസമയം വരെ വളരെ അസ്വസ്ഥനായിരുന്നു, ഒരു ഉന്മാദഭാവമായിരുന്നു. ഇത് കേട്ടറിഞ്ഞ കഥയാണെങ്കിൽ ഇനി ഒരു കഥയും കൂടെ പറയാം. ഒരു കണ്ടറിഞ്ഞ കഥയുണ്ട്. മിടുക്കനായ ഏകമകൻ മരിച്ച ദുഃഖമായി കഴിയുന്ന അച്ഛനമ്മമാർ, അവർ മാത്രമുള്ളൊരു കുടുംബം. അച്ഛനൊരു കോളേജ് പ്രൊഫസർ. മകൻ മരിച്ചിട്ട് ഏകദേശം 20 ആണ്ടായി.
വീട്ടിലെ ചുമരിൽ തൂക്കിയിട്ട മകൻ്റെ ചിത്രം നോക്കി നെടുവീർപ്പിടുക എന്നല്ലാതെ ആ മാതാപിതാക്കൾക്ക് മറ്റൊരു പ്രവൃത്തിയുമില്ല. ഇതൊക്കെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചത് ഇത്തരം ജീവിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ചിലവരെ നമ്മൾ അറിയുന്നു, ചിലവരുടെ ദുഃഖങ്ങൾ നമ്മൾ അറിയുന്നില്ല. ചിലവരെ പരിചയപ്പെട്ട് സംസാരിച്ച് വരുമ്പോഴാണ് അവരുടെയൊക്കെ ദുഃഖങ്ങളുടെ ആഴം നമ്മൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ മകനോ മകളോ അച്ഛനോ മരിച്ചാൽ ഒരച്ഛനമ്മമാർക്കുണ്ടാവുന്ന ദുഃഖത്തിൻ്റെ ആഴം ആർക്കും വേഗം മനസ്സിലാവും. ആ ദുഃഖം ഒരകാരണമാണ് എന്ന് പറഞ്ഞ് അവരെ നമുക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. സമ്മതിക്കാം, നമുക്ക് സമ്മതിക്കാനേ അത് പറ്റുകയുള്ളൂ. എന്നാലും മകനോ മകളോ മരിച്ചതിനെ കുറിച്ച് ചൊല്ലി കരഞ്ഞ് ഭ്രാന്ത് പിടിച്ച് സ്വജീവിതം പാഴാക്കി കളയാമോ കളയണോ? അത് വിവേകമാണോ അവിവേകമാണോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കേണ്ടതും മറക്കേണ്ടതും പൊറുക്കേണ്ടതായിട്ട് പലതുമുണ്ട്. 20 കൊല്ലം കഴിഞ്ഞിട്ടും പുത്രമരണം അഥവാ പുത്രീമരണം ഒരു പ്രൊഫസർക്ക് മറക്കാൻ ആയില്ല എങ്കിൽ അയാൾ സ്വന്തം ജീവിതം കൊണ്ട് നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം എന്താണ്? എന്താണ് ആ വിദ്യാഭ്യാസം കൊണ്ട് നേടിയ പ്രയോജനം? വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടതുണ്ടല്ലോ, അതെന്താണ്? ഇവിടെയാണ് ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, വേണമെങ്കിൽ നമുക്ക് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്ന് പറയാം, നമുക്ക് ചില പ്രകാശം ചൊരിയുന്നത്. സ്വന്തം ബന്ധുക്കളെ കൊല്ലാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആയുധം താഴെ വച്ച് വിവേകം നഷ്ടപ്പെട്ട് വിവേകശൂന്യനായി ഒരു ഭീരുവിനെ പോലെ, വെറും ഭീരുവല്ല പാപഭീരുവായ അർജുനനോട് ഭഗവാൻ പറയുന്ന ഒരു രംഗം നമുക്ക് ഗീതയിൽ കാണാം. അർജുന, നീ മനസ്സുകൊണ്ട് എന്നെ സ്മരിക്കൂ, എന്നെ പ്രണമിക്കൂ, സ്വയം ഭഗവാങ്കൽ സമർപ്പിക്കൂ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ, എൻ്റെ ഭക്തനായി ജീവിക്കൂ. ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൻ്റെ താല്പര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അർജുന, നീ തീർച്ചപ്പെടുത്തിക്കൊള്ളൂ, എൻ്റെ ഭക്തൻ ആത്യന്തികമായ നാശത്തിൽ ഒരിക്കലും പെടുകയില്ല. നമേ ഭക്ത പ്രണശ്യതി. ഒരു യഥാർത്ഥ ഭക്തനായിരിക്കാനാണ് ഭഗവാൻ അവിടെ ഉപദേശിക്കുന്നത്. യഥാർത്ഥ ഭക്തൻ ആരാ? അദേഷ്ട സർവഭൂതാനാം മൈത്ര കരുണമേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി അസന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയി അർപ്പിതമനോബുദ്ധി യോ മേ ഭക്തഃ സമേ പ്രിയഃ. അദേഷ്ട സർവഭൂതാനാം, ആരോടും ദ്വേഷം ഇല്ലാത്തവൻ. മൈത്രഃ, സർവഭൂതങ്ങളോടും സ്നേഹവും കരുണ ഏവച, കാരുണ്യം ഉള്ളവനും. നിർമ്മമോ, മമത ഇല്ലാത്തവൻ. നിരഹങ്കാര, അഹങ്കാരം ഇല്ലാത്തവൻ. അപ്പോൾ നോക്കൂ, ആരോടും ദ്വേഷമില്ലാത്തവൻ, എല്ലാ ഭൂതങ്ങളോടും സ്നേഹവും കരുണയും ഉള്ളവൻ, മമത ഇല്ലാത്തവൻ. മമത വേറെ, സ്നേഹം വേറെ. അപ്പോൾ മമത ഇല്ലാത്തവൻ, അഹങ്കാരം ഇല്ലാത്തവൻ,
ഇനി അടുത്തത് നോക്കൂ. സമദുഃഖ സുഖ ക്ഷമി. സുഖങ്ങളിലും ദുഃഖങ്ങളിലും മനസ്സ് പതറിപ്പോകാത്തവൻ. സന്തുഷ്ടഃ, ക്ഷമാശീലൻ. എന്താണോ ഉള്ളത് അതുകൊണ്ട് സന്തുഷ്ടിയുള്ളവൻ. സമദുഃഖ സുഖക്ഷേമി സന്തുഷ്ട സതതം യോഗി. നല്ല നിശ്ചയദാർഢ്യം ഉള്ളവൻ. യഥാത്മാ ദൃഢനിശ്ചയ, നല്ല നിശ്ചയദാർഢ്യമുള്ളവൻ. മയ്യ അർപ്പിത മനോബുദ്ധി, എൻ്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചവൻ. മനസ്സ്, ബുദ്ധി, അവനവൻ്റെ കരണങ്ങളെ എല്ലാം മയ്യ അർപ്പിത മനോബുദ്ധി, എല്ലാം ഭഗവാനിൽ അർപ്പിച്ചവൻ. യോ മേ ഭക്തഃ, അവനാണ് ഭക്തൻ. ഭക്തന്റെ നിർവചനം നോക്കൂ, എത്ര സ്പഷ്ടമാണ്, സംശയാതീതമായിട്ടാണ്. ഇവിടെ വേറൊന്നും പറഞ്ഞില്ല. രാവിലെ എത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇത്ര സമയത്ത് കുളിക്കണം, കുളിച്ചു കഴിഞ്ഞാൽ ഇന്നതെല്ലാം ചെയ്യണം, വിഭൂതി ധരിക്കണം, ചന്ദനമരച്ചു തൊടണം, അല്ലെങ്കിൽ പ്രസാദം തൊടണം, കുങ്കുമം തൊടണം, ഹോമപ്രസാദം തൊടണം, പൂ ചൂടണം, തീർത്ഥം സേവിക്കണം, നിവേദിച്ചത് കഴിക്കണം, എന്നിട്ടേ മറ്റു ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാവൂ, ക്ഷേത്രത്തിൽ പോയിക്കൊള്ളണം, ഇത്ര പ്രദക്ഷിണം വച്ചിരിക്കണം, ഇത്ര നമസ്കാരം ചെയ്തിരിക്കണം എന്നുള്ളതൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിലെ 13-14 ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാൻ ഭക്തലക്ഷണം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ഭക്തനാണോ അല്ലയോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ, മറ്റൊരാളെ അളക്കാനല്ല, മറ്റൊരാളെ ഇതാണോ എന്ന് അളന്നു നോക്കാനുള്ളതല്ല, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ, ഈ പറയപ്പെട്ട ഗുണഗണങ്ങൾ എന്നിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എന്നെയും നിങ്ങൾക്ക് നിങ്ങളെയും തിരിച്ചറിയാൻ പറ്റപ്പെടുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോമേ ഭക്തഃ, അങ്ങനെയുള്ളവർ ഭക്തരാണ്. സമേ പ്രിയഃ, അവരെനിക്ക് പ്രിയപ്പെട്ടവനുമാണ് എന്നാണ്. അപ്പോൾ ആരോടും ദ്വേഷമില്ലാത്തവൻ, സർവഭൂതങ്ങളെയും സ്നേഹിക്കുന്നവൻ, കാരുണ്യം ഉള്ളവൻ, മമത ഇല്ലാത്തവൻ, അഹങ്കാരം ഇല്ലാത്തവൻ, ജീവിതത്തിൽ വരുന്ന സുഖദുഃഖങ്ങളിൽ മനസ്സ് പതറിപ്പോകാത്തവൻ, നല്ല ക്ഷമ ഉള്ളവൻ, നിശ്ചയദാർഢ്യം, ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ഉറപ്പുള്ളവൻ, ഭഗവാന്റെ മുമ്പിൽ സർവ്വതും സമർപ്പണം ചെയ്യുന്നവൻ, അവനാണ് ഭക്തൻ, അവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമി അഹം. ആരാണോ എന്നെ അനന്യമായ ഭാവത്തോടുകൂടി, എന്താ ഈ അനന്യഭാവം? ഭഗവാനല്ലാതെ വേറെ ആരും എന്നെ രക്ഷിക്കാൻ ഇല്ല എന്നുള്ള ബോധം വരണം. ഇന്നിവിടെ പലതിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും, നമുക്കൊരു ചെറിയ വിശ്വാസമുണ്ട്. രോഗത്തിന് മരുന്ന് കഴിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരേ രോഗത്തിന് ഒരേ ഡോക്ടർ ഒരേ മരുന്ന് കൊടുക്കുന്നു. ചില രോഗികൾ രക്ഷപ്പെടുന്നു, ചില രോഗികൾ രക്ഷപ്പെടാതെ മരിക്കുന്നു. മരുന്നാണോ രക്ഷിക്കുന്നത്? മരുന്നാണ് രക്ഷിക്കുന്നതെങ്കിൽ കഴിച്ച എല്ലാവർക്കും ഒരേ ഫലം ലഭിക്കുമായിരുന്നു. അങ്ങനെ അല്ലാതെ കാണുന്നില്ലേ? കുട്ടികൾക്ക് മാതാപിതാക്കൾ രക്ഷിതാക്കളാണ്, അവരെ രക്ഷിതാക്കൾ എന്ന് പറയപ്പെടുന്നു. എന്നാൽ അച്ഛനും അമ്മയും നോക്കി നിൽക്കെ എത്ര മക്കൾ മരിച്ചു പോകുന്നു. ചിലപ്പോൾ അച്ഛനും അമ്മയും മക്കളുടെ ജീവൻ എടുക്കുന്നു. അപ്പം എങ്ങനെ അവർ രക്ഷിതാക്കളായിട്ട് മാറും? എന്നാലോചിക്കൂ. അപ്പോൾ മറ്റു പലതും ഇവിടെ തനിക്ക് രക്ഷയുണ്ട് എന്നുള്ള തോന്നലുണ്ടായാൽ പോരാ. അതിൻ്റെ കൂട്ടത്തിൽ ഈശ്വരൻ എന്നല്ല, അനന്യമായിട്ടുള്ള അനന്യാശ്ചിന്തയന്തോ മാം, ഭഗവാനല്ലാതെ വേറെ ആരും എന്നെ രക്ഷിക്കാനില്ല എന്ന പൂർണ്ണബോധം വന്ന്
ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അവരുടെ യോഗക്ഷേമം, യോഗം എന്നുള്ളത് എന്താ? അപ്രാപ്തമായതിൻ്റെ പ്രാപ്തി. അപ്രാപ്തമായത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച സാധനം, അതിൻ്റെ പ്രാപ്തിയാണ് എന്ത്? യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ യോഗം എന്നുള്ള ശബ്ദത്തിന് അതാണ് അർത്ഥം. യോഗം, യോഗക്ഷേമം എന്നാണ് പറയുന്നത്. അപ്പൊ യോഗം എന്നുള്ളത് അപ്രാപ്തമായതിൻ്റെ പ്രാപ്തി. ക്ഷേമം എന്ന് പറയപ്പെടുന്നതോ ഈ പ്രാപ്തമായതിൻ്റെ സംരക്ഷണം. അപ്പോൾ അപ്രാപ്തമായിട്ടുള്ളത് ലഭിച്ച് ആ ലഭിച്ചതിൻ്റെ സംരക്ഷണം, അതാണ് എന്ത്? യോഗക്ഷേമം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സർവേശ്വരൻ്റെ മുമ്പിൽ സർവ ആത്മസമർപ്പണം ചെയ്യുന്ന യഥാർത്ഥ ഭക്തന് ആത്യന്തികമായിട്ടുള്ള നാശം വരികയില്ല എന്ന് ഇവിടെ ഭഗവാൻ ഗീതാവാക്യത്തിൽ കൂടെ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പം ഇതിലെ ആത്യന്തികമായിട്ടുള്ള ആ നാശം, പ്രണശ്യതി എന്നുള്ള പദം വളരെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടെന്നാൽ ഒട്ടൊട്ടു ദുഃഖങ്ങൾ ഭക്തന് ഒരിക്കലും വരില്ല എന്നുള്ള രീതിയിൽ ഗീത പ്രതിജ്ഞ ചെയ്തിട്ടില്ല. ചില ദുഃഖങ്ങളൊക്കെ ഭക്തന് വരും എന്ന് തന്നെയാണ് നമുക്ക് നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ വല്ലപ്പോഴും ഒരു ദുഃഖ കാരണമുണ്ടായാൽ ഭക്തൻ ആ ദുഃഖത്തെ നിയന്ത്രിക്കുകയും അതിനെ ക്ഷമയോടുകൂടി നേരിടും എന്നാണ്. അതുകൊണ്ടാണ് സമദുഃഖ സുഖ ക്ഷമീ എന്ന് പറഞ്ഞതിൻ്റെ സാരം. ഇനിയിപ്പോൾ എന്തെങ്കിലും ദുഃഖം വന്നു കഴിഞ്ഞാൽ അതിനെ ക്ഷമയോടുകൂടി നേരിടും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ പുത്രൻ്റെയോ പുത്രിയുടെയോ മരണമോർത്ത് ഏറ്റവും വലിയ ദുഃഖതൊക്കെയാണല്ലോ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് എന്ന് നാം ജീവിതത്തിൽ കരുതുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. അതുകൊണ്ടാണ് കൃഷ്ണാവതാരം പറയുന്നതിന് മുമ്പ് തന്നെ 6 മക്കളുടെ നഷ്ടം ദേവകീ വസുദേവന്മാർക്ക് വന്നത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിലും വലിയ ദുഃഖമൊന്നും ജീവിതത്തിൽ അനുഭവിക്കാനില്ല. അവർ പോലും ആ ദുഃഖത്തെ അതിജീവനം ചെയ്തത് ഭഗവാന്റെ അവതാരത്തിൽ കൂടെയാണ്. അപ്പോൾ പുത്രൻ്റെയോ പുത്രിയുടെയോ മരണമോർത്ത് മനസ്സിൻ്റെ സമനില തെറ്റിയ നമ്മൾ നേരത്തെ പറഞ്ഞ ആ അച്ഛനമ്മമാർ ഗീതോപദേശത്തിൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ ഭക്തരാണോ? അല്ലേ അല്ല. എന്തുകൊണ്ടല്ലേ അല്ല? അവർക്ക് ക്ഷമാശീലം എന്നുള്ളതില്ല. ഒരിക്കലും അവർ നിർമ്മലരല്ല. ഒരു ഭക്തന് ആത്യന്തിക നാശം വരികയില്ല എന്നുള്ള ഗീതോപദേഷ്ടാവിൻ്റെ വാക്കിൽ ഇക്കൂട്ടർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതിൻ്റെ സാരം ഒന്ന് സംഗ്രഹിക്കാം. നമ്മൾ ഒരു നല്ല യഥാർത്ഥ ഭക്തനായിട്ട് തീരുക, സർവേശ്വരൻ്റെ മുമ്പിൽ സർവാത്മ അർപ്പണം ചെയ്യുക, നല്ല ക്ഷമാശീലനായിട്ട് തീരുക, മനോനിയന്ത്രണം ആർജിക്കുക. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആലോചിക്കുക, സർവേശ്വരൻ്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചിട്ടുണ്ടോ? ഉത്തരം അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വരണം. ഇനി ക്ഷമാശീലം, മനോനിയന്ത്രണം. ക്ഷേത്രങ്ങളിലൊക്കെ ദർശനത്തിന് പോകുന്ന ചിലവരുടെ ക്ഷമയില്ലായ്മ, മനോനിയന്ത്രണമില്ലായ്മ നമ്മൾ എന്നും കാണുന്നു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും ആത്യന്തികമായിട്ട് ഭഗവാന് പ്രിയപ്പെട്ടവരല്ല, ആകുന്നതേയുള്ളൂ. നല്ല മനോനിയന്ത്രണം നമുക്കുണ്ടാകണം, നല്ല ക്ഷമാശീലം ഉണ്ടാകണം. ക്ഷമ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. ജീവിതത്തിലെ അനുഭവങ്ങളുടെ നേർക്ക് നാം ഒന്ന്
നമ്മളെ കൂട്ടി നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നല്ലൊരു ഭക്തനായിട്ട് തീരുക, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പുത്രമരണത്താൽ ദുഃഖിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ എന്ത് വേദാന്തം പറഞ്ഞ് ഉപദേശിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ശരിയല്ല, അതൊരു മൗഢ്യമല്ലേ. നമുക്കതിലും വേണമെങ്കിൽ രണ്ട് കാഴ്ചപ്പാടുണ്ടാവാം. സത്യത്തിൽ സ്നേഹത്താലല്ലേ, അല്ലെങ്കിൽ പുത്രി സ്നേഹത്താലല്ലേ അവർ കരയുന്നത്? തൻ്റെ പുത്രനോടോ പുത്രിയോടോ സ്നേഹം പാടില്ല എന്ന് പറയാമോ? പറഞ്ഞുകൂടാ. അപ്പൊ ചിലപ്പോ തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം ഉണ്ടാവും. പുത്രസ്നേഹം കൊണ്ട് മാതാപിതാക്കൾ ജീവിതാന്തം വരെ കണ്ണീർ കുടിക്കുവാൻ ഇടവരുന്നുവെങ്കിൽ അതിനെ പുത്രസ്നേഹം എന്ന് പറയാമോ? ആലോചിക്കൂ. സ്നേഹിക്കപ്പെടുന്നവനും സ്നേഹിക്കുന്നവനും ആനന്ദമായിട്ട് അനുഭവപ്പെടേണ്ട ഒരു വികാരമാണ് എന്ത്? സ്നേഹം എന്നുള്ളത്. സ്നേഹം എന്നുള്ളത് എൻ്റെ പുത്രൻ്റെ നേർക്കോ എൻ്റെ പുത്രിയുടെ നേർക്കോ എനിക്ക് വേണ്ടപ്പെട്ടവരുടെ നേർക്കോ മാത്രം ഉണ്ടാകേണ്ട ഒരു വികാരം അല്ല. അങ്ങനെയാണെങ്കിൽ അത് സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. സ്നേഹം എന്നുള്ളത് സമസ്ത ഭൂതങ്ങളോടും സമസ്ത ജീവരാശികളുടെ നേർക്ക് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് സ്നേഹം ദൈവമാകുന്നു. ഗോഡ് ഈസ് ലവ്, അല്ലെങ്കിൽ ലവ് ഈസ് ഗോഡ് എന്ന് തിരിച്ചും പറയപ്പെടുന്നു. ഈശ്വരൻ സ്നേഹമാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സമസ്ത ജീവരാശികളുടെയും നേർക്ക് ഉണ്ടാകേണ്ട ഒന്നാണ് സ്നേഹം എന്നുള്ളത്. അപ്പം അതുണ്ടാകാതെ, സമസ്ത ജീവരാശികളുടെയും നേരെയുണ്ടാകാതെ എൻ്റെ പുത്രനോടും എൻ്റെ പുത്രിയോടും എൻ്റെ ഭാര്യയോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ കൂടപ്പറപ്പുകളോടും മാത്രമുണ്ടായിരിക്കുന്നതിനെ സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. അതിന് മമത എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പൂർണ്ണമായ സ്നേഹത്തോടുകൂടി പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുക. അപ്പോൾ സർവഭൂത സ്നേഹം, ഇതൊക്കെ എല്ലാ മതങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്നേഹം വേണം, മമത ഒഴിവാക്കണം. കാരണം എവിടെയൊക്കെയാണോ മമത ഉണ്ടാകുന്നത് അവിടെയൊക്കെയാണ് നമുക്ക് സ്നേഹം നഷ്ടപ്പെടുന്നതും ആ മമത നമ്മളെ ദുഃഖിപ്പിക്കുന്നതും. അപ്പൊ നമ്മളിവിടെ നേരത്തെ ഉദാഹരിച്ച മാതാപിതാക്കന്മാർക്ക് പുത്രസ്നേഹമല്ല ഉള്ളത്, പുത്രന്മാരോട് മമതയാണ്, പുത്രവിഷയമായ മമതയാണ് ഉള്ളത്. ആ മമത്വമാണ്, ആ മമതയാണ് അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ മരിച്ചുപോയവർ തിരിച്ചു വരികയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും വർഷങ്ങളോളം, കൊല്ലങ്ങളോളം ഇരുന്ന് കരയുന്നു. അത് അവിവേകത അല്ലെങ്കിൽ മറ്റെന്താണ്? സ്വന്തം മകനും മകളും തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പായ സ്ഥിതിക്ക് ഇനി നമുക്ക് ചെയ്യാവുന്നത് എന്താ? മറ്റു കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നതാണ് വിവേകം, അല്ലേ? അപ്പൊ ഈ സ്നേഹവിഭാവം, ഈ ലോകത്ത് കുഞ്ഞുങ്ങളില്ലായ്മയുണ്ടോ? ഞാൻ എൻ്റെ എന്നുള്ള മമത്വം വച്ച ആ കുഞ്ഞു മാത്രമല്ലേ ഈ ലോകത്ത് വിട പറഞ്ഞിട്ടുള്ളൂ. വന്നത് കർമ്മബന്ധം നിമിത്തം, ഇത്രയും കാലം ജീവിച്ചത് കർമ്മബന്ധം നിമിത്തം, ഇപ്പോൾ അത് ഉപേക്ഷിച്ചു പോയത് കർമ്മബന്ധം നിമിത്തം. അപ്പൊ ഈ ലോകത്ത് ഓരോ ജീവനും ആവിർഭവിക്കുന്നു, ഒരു പ്രത്യേക കാലയളവ് വരെ നിൽക്കുന്നു, പോകുന്നു. നാം
കാലയളവുകളെ കൊണ്ട് അതിനെയൊക്കെ അളക്കുന്നു. പ്രായമായി മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് നമ്മൾ വയ്ക്കണു. അത് പ്രായമായി മരിച്ചുല്ലോ, മരിക്കേണ്ട പ്രായം തന്നെ ആയിരുന്നു എന്നാണ്. നേരത്തെ പോയാലോ, അയ്യോ മരിക്കേണ്ട പ്രായമായിട്ടില്ല, ഇനിയും ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കാൻ കിടന്നതാ. പക്ഷെ അതൊന്നും നിൽക്കാതെ ബാക്കി വയ്ക്കാതെ വേഗം പോയി കഷ്ടം അങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ കഷ്ടപ്പെട്ടിട്ടില്ല, കഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയി എന്നുള്ളത് കൊണ്ടാണോ? ഏതർത്ഥത്തിലാണ് നമ്മൾ പറയണതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നാം ചെയ്യേണ്ടത് മമത എന്നുള്ളതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സ്നേഹം എന്നുള്ളതിനെ എടുത്ത് തൻ്റെ ചുറ്റുപാടുമുള്ള കുട്ടികളെ സ്നേഹം കൊണ്ട് ഇതാക്കുക. അപ്പം എന്തായി? അത് ആനന്ദമായി മാറി എന്നാണ്. ഈ മമതാബദ്ധരായ വ്യക്തികൾ പുത്രൻ, സഹോദരൻ, ഇവരുടെയൊക്കെ വിയോഗം കൊണ്ട് ഒരുപാട് കാലം കരഞ്ഞ് അവരുടെ മനസ്സിനെ അവർ തന്നെ ഇരുട്ടിലേക്ക്, തമസ്സിലേക്ക് നയിക്കുന്നു. എന്നാൽ സ്നേഹസമ്പന്നരായ വ്യക്തികളോ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ ഈ കാണപ്പെടുന്ന എല്ലാം എൻ്റേത് തന്നെയാണ്, ഈശ്വരൻ്റേത് തന്നെയാണെന്ന് വിചാരിച്ച് സ്വയം സ്നേഹം എന്നുള്ളത് കൊടുത്ത് പ്രകാശത്തിൻ്റെ മാർഗത്തിൽ എത്തിച്ചേരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മമതാബദ്ധരായിട്ടുള്ള വ്യക്തികൾ പുത്രൻ, സഹോദരൻ മുതലായവരുടെ വിയോഗത്തിൽ ഒരുപാട് കാലം കരഞ്ഞ് ഇരുളിലേക്ക് നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമസ്സാണ്, അത് കറുപ്പാണ് എന്ന് വയ്ക്കൂ. രണ്ടാമത് പറഞ്ഞത് വെളുപ്പാണ്, ആദ്യം പറഞ്ഞത് അനാരോഗ്യകരമാണ്, രണ്ടാമത് പറഞ്ഞത് ആരോഗ്യകരമാണ്. ആദ്യത്തേത് അവിവേകമാണ്, രണ്ടാമത്തേത് വിവേകമാണ്. കാരണം എന്താ? മമത നമ്മളെ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്ത് ദുഃഖമെന്നുള്ളതിനെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിതരൊക്കെ മമതാബദ്ധരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദുഃഖം എന്നുള്ളതിനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. ദുഃഖം എന്നുള്ളതിനെ ഇല്ലാതാക്കാനുള്ള വഴി മമതയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്, മമത്വത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ സദ്ഭാവന കൊണ്ട് ദുഃഖപര്യാകുലമായിട്ടുള്ള ജീവിതാനുഭവത്തെ തുടച്ചു മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല. ഇവിടെയാണ് നമുക്ക് ഭഗവാൻ വഴികാട്ടി തരുന്നത്. നാം എന്തിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നുവോ അതായിട്ട് തീരാൻ ശ്രമിക്കുക. ശ്രദ്ധാമയോയം പുരുഷോ യോ യത് ശ്രദ്ധ സ ഏവ സ. ഗീതയിലെ 17-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം. അതുകൊണ്ട് സ്വന്തം നേട്ടത്തെക്കുറിച്ചും കോട്ടത്തെക്കുറിച്ചും അത്യന്തം ചിന്തിക്കുന്ന ഒരുവന്റെ മനസ്സ് അതിർകടന്ന സുഖമോ ദുഃഖമോ വരുമ്പോൾ ചിലപ്പോൾ സമനില തെറ്റി ഉന്മത്തമായിട്ട് ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അതിനാൽ തന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, അന്യന്റെ ദുഃഖവും തൻ്റെ ദുഃഖവും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കാം. ആലോചിച്ചാൽ മനസ്സിലാകും അന്യൻ്റേതിനെ അപേക്ഷിച്ച് എത്രയോ ചെറുതാണ് തൻ്റെ ദുഃഖം എന്ന്. ആലോചന എന്നുള്ളത് ബുദ്ധിയുടെ വ്യാപാരവും ദുഃഖം എന്നുള്ളത് മനസ്സിൻ്റെ വ്യാപാരവുമാണ്. അപ്പോൾ ബുദ്ധിയുടെ വ്യാപാരത്തിന് ബലം കൂടിയാൽ മനോവ്യാപാരം, ദുഃഖം തന്നെത്താൻ അവിടെ വറ്റിപ്പൊക്കോളും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, കാര്യകാരണബദ്ധമാണ് ഈ പ്രപഞ്ച അനുഭവങ്ങളെല്ലാം. സുഖമോ ദുഃഖമോ വരുന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണം ഉണ്ടാവാതിരിക്കുകയില്ല. സ്വകൃതമായ കർമ്മങ്ങളുടെ ഫലമാണ് സുഖങ്ങൾ ദുഃഖങ്ങൾ. ഇത് ഏകദേശം എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം മുമ്പ് ചെയ്തു പോയ സൽക്കർമ്മത്തിൻ്റെ ഫലം സുഖം,
ദുഷ്കർമ്മത്തിൻ്റെ ഫലം ദുഃഖം. അതിനാൽ തൻ്റെ സുഖദുഃഖങ്ങൾക്ക് താൻ തന്നെയാണ് കാരണക്കാരൻ എന്ന് വിവേകപൂർവം അറിയുക. മാത്രമല്ല, ഭാവിയിൽ ദുഃഖങ്ങൾ അനുഭവപ്പെടാതിരിക്കണം എങ്കിൽ, വീണ്ടും പറയാം, ഭാവിയിൽ ദുഃഖം അനുഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദുഷ്ടകർമ്മങ്ങൾ ചെയ്യാതിരിക്കണം. അല്ലാതെ ദുഃഖം വരുമ്പോൾ ഈശ്വരൻ എന്നെ കൈവിട്ടു എന്ന് കരുതി കരയുന്നവരും ഈശ്വരനെ കുറ്റം പറയുന്നവരും ഈശ്വരനെ ചീത്ത വിളിക്കുന്നവരുമാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ദുഃഖം വരുത്തി വച്ചത് ഈശ്വരനാണെന്ന് വെറുതെ കുറ്റപ്പെടുത്തുന്നു ഈശ്വരനെ. അപ്പോൾ സുഖദുഃഖങ്ങളെ മനസ്സിലേക്ക് ഏറെ സ്വാഗതം ചെയ്യാതിരിക്കുക. സുഖമായാലും ദുഃഖമായാലും സ്വന്തം സുഖത്തിനു വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം അന്യന്റെ സുഖത്തിനു വേണ്ടി ശ്രമിക്കുക. അതിന് പാകത്തിന് ഒരു സമസൃഷ്ടി സ്നേഹം എന്നുള്ള മനോഭാവന നമ്മൾ വളർത്തിയെടുക്കുക. സുഖദുഃഖാത്മകമായിട്ടുള്ള മനസ്സിൻ്റെ ഓരോ ചലനത്തെയും ബുദ്ധി കൊണ്ട് എപ്പോഴും പരിശോധിച്ചും കൊണ്ട് നോക്കുക. മനസ്സിനേക്കാൾ എപ്പോഴും വലുതാവണം നമ്മളുടെ ബുദ്ധി. ഇതാണിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. അതിനാണ് ഈശ്വരൻ നമുക്ക് ബുദ്ധി തന്നേക്കുന്നത്. അപ്പോൾ മറ്റ് ജീവജാലങ്ങൾക്കും ബുദ്ധിയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ. അവർക്ക് മനുഷ്യനെ പോലെ കൂടുതലായിട്ട് കൊടുത്തില്ല. അതുകൊണ്ടോ അവർക്ക് സുഖമാണ്. അവർക്ക് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന അതേ സമൂഹത്തിൽ തന്നെ എത്രയോ ജീവജാലങ്ങളുണ്ട്. അവർക്കൊക്കെ മനുഷ്യനെ പോലെ ദുഃഖമുണ്ടോ? ഇല്ലേ ഇല്ല. അപ്പോൾ തൻ്റേതായൊരു ദുഃഖലോകത്തിൽ ഇരുന്ന് സ്വയം ഇരുന്ന് കരയുക എന്നുള്ളത് ആലസ്യത്തിൻ്റെയും കർമ്മരാഹിത്യത്തിൻ്റെയും ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കരയുവാൻ ഇവിടെ നേരം കിട്ടുകയില്ല. തൻ്റെ കഥയല്ലാതെ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ അലസനായി കഴിയുന്നവനെ ദുഃഖം വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നല്ല ചടുലമായും നിരന്തരമായിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ സ്വന്തം ദുഃഖങ്ങളെ മറന്നുപോകുന്നു. പറയത്തക്ക ദുഃഖമൊന്നും ഇല്ലാത്തവനായാലും കേവലം അകർമ്മകാരികളായിട്ട് ജീവിച്ചാൽ മനസ്സിലാക്കുക, അവരൊക്കെ ജീവിതത്തിൽ ഉന്മാദിനിയായിത്തീരും, ഉന്മത്ത ഭാവത്തിലെത്തും. അയാളെ കൊണ്ട് കുടുംബത്തിനോ സമൂഹത്തിനോ ഒരു പ്രയോജനവും കിട്ടാനില്ല. അപ്പോൾ സ്വന്തം ജീവിതം കൊണ്ട് അവനവനിൽ പ്രയോജനം വേണ്ടയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല ആത്മഹത്യകളിൽ 3/4 ആലസ്യത്തിൻ്റെയും അകർമ്മണ്യതയുടെയും ഫലമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഗീതാകർത്താവ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെയൊക്കെ നിരന്തരമായ സൽക്കർമ്മത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ചില ജോലികൾ ഏറ്റെടുക്കുക. ഇത് സർവേശ്വരൻ തനിക്ക് തന്നതാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി, വീഴ്ച വരാതെ കർത്തവ്യബോധത്തോടുകൂടി, ഗ്ലാനിയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കാതെ തൻ്റെ കർത്തവ്യത്തിന് ഉതകുന്ന വിധത്തിൽ ചെയ്യുക. അതുവഴി തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ലഭ്യമാകുന്ന സൽഫലത്തെക്കുറിച്ചല്ലാതെ സ്വാർത്ഥമായിട്ടുള്ള ഇത് ചെയ്താൽ എനിക്കെന്താ പ്രയോജനം എന്ന് ചിന്തിക്കാതിരിക്കുക. ഇന്നിപ്പോൾ അങ്ങനെയാണ്. നമ്മളൊക്കെ എത്ര വലിയവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പുറപ്പെടുമ്പോൾ എനിക്കെന്താ അതുകൊണ്ട് ഗുണം? അയാളത് ചെയ്യുന്നുണ്ട്, അയാളിപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറയുന്നുണ്ട്, എനിക്കെന്താ ഗുണം? ഇങ്ങനെയാണ് ചിന്തിക്കുക. ഒരു സൽക്കർമ്മത്തിൽ ഒത്തുകൂടുക എന്നുള്ളതാണ് അവിടെ മുഖ്യമായിട്ടുള്ളത്. ഒരു സൽക്കർമ്മത്തിൽ പങ്കെടുക്കുമ്പോഴും എനിക്കെന്ത് ഗുണം, എൻ്റെ കാര്യം നടക്കുമോ എന്നുള്ള ചിന്തയാണ് വരുന്നത്. അതിനെ ഒഴിവാക്കൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റെടുക്കുക, സർവേശ്വരൻ തന്നതാണെന്ന് വിശ്വസിക്കുക, വീഴ്ച വരാതെ ചെയ്യുക, നല്ല കർത്തവ്യബോധത്തോടു കൂടി ചെയ്യുക. അതേപോലെ തനിക്ക് വീഴ്ച ഗ്ലാനി ഉണ്ടാക്കുന്ന പ്രവൃത്തികളിൽ പങ്കെടുക്കാതിരിക്കുക. ഞാൻ ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം എന്ന് മാത്രം ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ
ദുഃഖം സ്വയം നമ്മളുടെ അടുത്ത് വരാതെ പോയിക്കോളും. ഈ അടുത്ത് വരാതെ പോകാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ മനസ്സ് അതിന് തയ്യാറാവേണ്ട. ഈ വരുന്ന സാധനത്തിനെ അകത്ത് കയറ്റി ഇരുത്താൻ നമ്മൾ തയ്യാറുണ്ട്. മനസ്സതിന് വിമുഖത കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും പൂർണ്ണമായ നിഷ്കാമത വേണം എന്ന് ഭഗവാൻ നിഷ്കർഷിക്കുന്നു. നമ്മളുടെ ഓരോ കർമ്മങ്ങളും നമ്മുടെ സുഖമല്ല, മറ്റുള്ളവരുടെ സുഖം. അപ്പോൾ മറ്റുള്ളവരുടെ സുഖമാണ് തൻ്റെ സുഖം എന്നങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തും ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു മനോഭാവം നമ്മളിലുണ്ടാവും. അപ്പോൾ പരാർത്ഥമായി ചെയ്യുന്ന കർമ്മം പരനും അവനവനും തന്നെ സുഖം വരുന്നു. അവനവൻ ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്നവന് അവരന് സുഖരനായത്തിനായി വരയണം എന്ന് ഇതുകൊണ്ടൊക്കെയാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രതിഫല ഇച്ഛയോടുകൂടിയ സ്വാർത്ഥകർമ്മം നമ്മൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? തനിക്കോ പരനോ പ്രയോജനം ചെയ്യില്ല. ഇത്രയും കിട്ടണം എന്നൊക്കെ വാശി പിടിത്ത് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ അത് ചെയ്യും. അത് കഴിഞ്ഞ് നിർബന്ധപൂർവ്വം ചോദിച്ച് മേടിച്ച് വരും. വരണ വഴിക്ക് ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. ആർജിക്കുണ്ടാക്കണ പൈസയൊക്കെ ഉടൻ തന്നെ പോവും, ഇല്ലേ? ഇന്നത്തെ ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങളൊന്ന് നമ്മൾ നോക്കൂ. എന്തുണ്ടായിട്ടെന്താ കാര്യം? എത്ര നേടിയിട്ടെന്താ? വല്ല പ്രയോജനവുമുണ്ടോ? കോടിക്കണക്കിന് പണമുണ്ട്, എന്താ പ്രയോജനം? സന്തുഷ്ടിയില്ല. ഭാഗവതത്തിലെ ചില കഥകളില്ലേ? ഒരു അവധൂതൻ പ്രഹ്ലാദനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു കഥാഭാഗമുണ്ട് ഭാഗവതത്തിൽ. യദൃച്ഛാലാഭ സന്തുഷ്ട, യാദൃച്ഛികമായിട്ട് കിട്ടുന്നതിനെ കൊണ്ട് സന്തുഷ്ടനായിട്ട് തീരുക, സന്തുഷ്ട മനസ്സോടുകൂടി തീരുക, കിട്ടിയത് കൊണ്ട് തൃപ്തനായിട്ട് ജീവിക്കുക. എത്ര കിട്ടിയാലും അസന്തുഷ്ടിയാണ് ഉള്ളിൽ വരുന്നതെങ്കിൽ അവനെന്ത് പ്രയോജനം? അതാണ് ചിലർക്ക് ചിലത് ഏറ്റവും ഉത്തമമായിട്ട് കിട്ടിയാലും ചിലപ്പോൾ അനുഭവിക്കാൻ യോഗമില്ല. ഭാഗവതത്തില് അഷ്ടമസ്കന്ധത്തില് പാലാഴിമഥനം എന്നുള്ള കഥാഭാഗമുണ്ട്. അതില് അസുരന്മാർക്ക് ആദ്യം അമൃത കിട്ടിയെന്നാണ്. ധന്വന്തരമൂർത്തി അമൃതകലശവുമായിട്ട് വന്നപ്പോൾ ബലാത്കാരേണ അതിനെ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ഏതൊന്നിനു വേണ്ടിയിട്ടാണോ അമൃതമഥനം നടന്നത്, അമൃത് കിട്ടി. പക്ഷെ അസുരന്മാർ തട്ടിയെടുത്തു. ഒരു തുള്ളി എങ്ങാനും അനുഭവിക്കാൻ അവർക്ക് സാധിച്ചു? കിട്ടേണ്ടത് കിട്ടിയിട്ടും അനുഭവിക്കാൻ പറ്റാതെ പോയ അസന്തുഷ്ടിയുള്ള അസുരന്മാർ, കിട്ടുന്നത് മാത്രം ഉൾക്കൊണ്ടും കൊണ്ട് സന്തുഷ്ടമായിട്ടിരിക്കുന്ന പെരുമ്പാമ്പ്, ഇതൊക്കെ ഒരേ ഭാഗവതമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ട ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാൻ കാരണം. ഭഗവാൻ ഗീതയിൽ പറയുന്നു, തസ്മാൻ അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. സ്വാർത്ഥലേശമില്ലാതെ സദാ നീ നിന്റെ കർമ്മം ചെയ്യൂ. അങ്ങനെ ചെയ്താൽ ആ ചെയ്യപ്പെടുന്നത് എന്തുമാവട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് മോശം എന്ന് തോന്നുന്ന കർമ്മമായാലും അത് അവനവൻ്റെ സ്വധർമ്മമാണെങ്കിൽ അത് നിഷ്കർഷയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈശ്വരപ്രാപ്തി എത്താം. നമുക്കിന്ന് നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ കുറേ പേർക്ക് ചില ധാരണകളുണ്ട്. ഇന്ന ജോലി മാത്രം നല്ല ജോലി, നിങ്ങളുടെയൊക്കെ ജോലികളോ അതൊക്കെ മോശമായിട്ടുള്ള ജോലികൾ എന്നുള്ളത്. കർമ്മത്തിൽ ഇങ്ങനെ നമ്മൾ അഹങ്കാരം കൊണ്ടും അവിദ്യ കൊണ്ടും അജ്ഞാനം കൊണ്ടും ചിലത് നല്ലത്, ചിലത് നല്ലത്, ചിലത് നല്ലത്, ചിലത് മോശം എന്ന് പറയപ്പെടുന്നത്, ഈ പ്രവണതയെ ശരിയല്ല. കാരണം എല്ലാ കർമ്മങ്ങളും ഇവിടെ ആവശ്യമാണ്. നമുക്കറിയാലോ, ഒരു സമൂഹത്തിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും. പലതരത്തിലുള്ള കർമ്മം ചെയ്യുന്നവർ വേണം. എല്ലാവരും ഒരേപോലെ ആക്കാൻ പറ്റില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ഡോക്ടറും വേണം, രോഗിയും വേണം, എഞ്ചിനീയറും വേണം, ചാർട്ടേഡ് അക്കൗണ്ടൻസും വേണം, വണ്ടി ഓടിക്കാൻ അറിയുന്നവർ വേണം, കൃഷി ചെയ്യുന്നവർ വേണം, വ്യാപാരം ചെയ്യാൻ എല്ലാവരും ഉണ്ടാവണം. ഇത് എല്ലാവരും ചേർന്നതാണ് സമൂഹം.
ഈ സമൂഹം ഒരു കർമ്മത്തിൽ മാത്രം ഒതുങ്ങിപ്പോയാൽ എന്തുണ്ടാവും? ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ. അപ്പം ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. ഒരു ഡോക്ടർക്ക് ചികിത്സിക്കാൻ സാധിച്ചു എന്ന് വരും, പക്ഷെ അയാളുടെ കണക്കുകൾ, അയാളുടെ ജീവിതത്തിലെ വരുമാനം മറ്റുള്ളതൊക്കെ നോക്കി വേണ്ട വിധത്തിൽ അതിന് സഹായം ചെയ്യാൻ ഒരു അക്കൗണ്ടന്റിൻ്റെ ആവശ്യമുണ്ട്. ഒരു അക്കൗണ്ടന്റിന് അക്കൗണ്ടൻസി മാത്രമേ അറിയുള്ളൂ, പക്ഷെ അയാൾക്ക് രോഗം വരുമ്പോൾ ഇന്ന മരുന്ന് എന്ന് പറഞ്ഞു കൊടുക്കാൻ അതിന് വിദഗ്ധനായിട്ട് ആൾ വേണം. ഇങ്ങനെ ഓരോ കർമ്മത്തിലും അതിൻ്റെതായ വിദഗ്ധത ഉണ്ട്. ഇത് പരസ്പരമായിട്ട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഏത് കർമ്മമാണോ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് ഭംഗിയായിട്ട് നിർവഹിക്കുക. അത് തന്നെയാണ് ഈശ്വര പൂജ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അനാസക്തിയോടെ കർമ്മം ചെയ്യുന്നവർ ചുരുക്കമായേക്കാമെങ്കിലും ഇവിടെ ഈ ലോകത്ത് ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഇല്ലായികയില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ ജനകൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ അതിന് നല്ല ഉദാഹരണങ്ങളാണ്. അദ്ദേഹം രാജാവാണ്, സദാ സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്, സദാ സന്തുഷ്ടരുമാണ്, സദാ സംതൃപ്തരാണ്. എന്നിട്ടും അവരവരുടെ കർമ്മം ചെയ്യുന്നു. ശ്രേഷ്ഠന്മാർ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് മറ്റുള്ളവര് അനുകരിക്കുക. അപ്പോൾ അഭിജ്ഞന്മാർ ഉദാസീനരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ലോകർ ഉദാസരായിട്ട് മാറും. അത് നാശത്തിലേക്ക് വഴിതെളിക്കും. അതിനാൽ അഭിജ്ഞന്മാര് അനാസക്തിപൂർവമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃക കാട്ടിക്കൊടുക്കണം. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. ഹേ കുന്തിപുത്ര, 3 ലോകങ്ങളിലും വെച്ച് എനിക്ക് കിട്ടാത്തതായതോ കിട്ടേണ്ടതായിട്ടോ ഒന്നുമില്ല ഈ ലോകത്ത്. ഇവിടെ ഞാൻ ഇനി ചെയ്യേണ്ടതായിട്ടും ഒന്നുമില്ല. എന്നിട്ടും അർജുന, ഞാൻ എന്തിനാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ആധുനിക ഭാരതത്തിലെ കർമ്മയോഗികളാണ് സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, അതുപോലെ ഗാന്ധിജി തുടങ്ങിയുള്ളവർ. അപ്പോൾ പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ പറഞ്ഞു വന്നത് ഇതാണ്: സ്വന്തം ദുഃഖത്തിൻ്റെ കഥകൾ ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും അവനവൻ്റെ സ്വധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അന്യൻ്റെ സന്തോഷത്തിനും അന്യൻ്റെ നന്മയ്ക്കും വേണ്ടി മാത്രം ചെയ്യുക. സ്വാർത്ഥലാഭം, പ്രതിഫലം ഒട്ടും ഇച്ഛിക്കാതെ ചെയ്യുക. ഇങ്ങനൊരു ജീവിതം തുടർന്നാൽ ദുഃഖിക്കാൻ സമയസൗകര്യങ്ങൾ ഇല്ലാതായിക്കൊള്ളൂ. മാത്രമല്ല അവനവൻ്റെ കർമ്മം അവനവനും അന്യനും ഗുണം ചെയ്യും. മറ്റുള്ളവർക്ക് അത് മാതൃകയായിട്ട് മാറുകയും ചെയ്യും. അവന് ഇഹലോക സുഖവും ഇനി മറ്റുള്ളവർ പറഞ്ഞു മാത്രം കേട്ടുള്ള പരലോകം, അത് നമുക്കറിയാത്തതാണ്, അതും കിട്ടും എന്നാണ്. ഈ ഒരു നിലയിൽ നാം മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമ്മളൊക്കെ ഈ ഗീതോപദേശം നൽകുന്ന, അല്ല ഭഗവത്ഗീതയിൽ പറയുന്ന, ഭാഗവതത്തിൽ പറയപ്പെടുന്നതൊക്കെയുള്ള സ്ഥിത പ്രജ്ഞനായിട്ട് മാറുന്നതാണ്. ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ, പരാർത്ഥമായി കർമ്മം ചെയ്തു കഴിഞ്ഞ് രാഗദ്വേഷാദികളും അതേപോലെ നിന്ദാസൂയാദികളാകുന്ന മനോമാലിന്യം നിശേഷം അകറ്റിയവനും സുഖദുഃഖങ്ങളിൽ മനസ്സിൻ്റെ സമനില തെറ്റാതെ സൂക്ഷിക്കുന്നവനും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് ആത്മാരാമനായിട്ട് ഇരിക്കുന്നവൻ, വർത്തിക്കുന്നവൻ ആരാണോ അവനാണ് സ്ഥിതപ്രജ്ഞൻ. തപശ്ചര്യകളും സാധനകളും അനുഷ്ഠിച്ച ഒരു യോഗിയുടെ അവസ്ഥ എന്താണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മളൊന്ന് ആലോചിക്കും, നാം ചിന്തിച്ച് എവിടെ എത്തി? ദുഃഖിക്കാൻ തയ്യാറെടുപ്പില്ലായ്മയാണ് ഏറ്റവും വലിയ ദുഃഖ കാരണം. ഇഷ്ടജനങ്ങളുടെ വിയോഗം, പട്ടിണി, രോഗം, നിന്ദ, അസൂയാദി മനോമാലിന്യം, ഇവ കൊണ്ടൊക്കെയാണ് എല്ലാവരും ദുഃഖിക്കുന്നത്. ഇവയിൽ ആദ്യത്തേതും നാലാമത്തേതും തീരാൻ വേണ്ടിയിട്ടാണ് ഫലത്യാഗത്തോടുകൂടിയ പരാർത്ഥമായ കർമ്മം ചെയ്യാൻ ഉപദേശിക്കുന്നത്. അപ്പോൾ തീവ്രമായ പരമമായ ഈശ്വരഭക്തിയുള്ളവർക്ക് രോഗവും പട്ടിണിയും പോലും ഒരു പ്രശ്നമായിട്ടേ തീരാറില്ല. ഭഗവാന്റെ അവതാരലീലകൾ പാടി സാക്ഷാൽ ശ്രീഗുരുവായൂരപ്പനെ സ്തുതിച്ച
രോഗം കൊണ്ട് നല്ലവണ്ണം ബുദ്ധിമുട്ടിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, വാതരോഗം. അദ്ദേഹത്തിന് രോഗമായിരുന്നു പ്രശ്നം, പട്ടിണിയായിരുന്നില്ല, രോഗമായിരുന്നു. പക്ഷേ ഭഗവാനെ സേവിച്ചതിൽ കൂടെ അദ്ദേഹം അതിനെ മറന്നു ഇല്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ നേർക്കുള്ള നിർവ്യാജമായ ആ സ്നേഹം കൊണ്ട്, ഭക്തി കൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ച് ജീവിച്ച സുദാമാവ് എന്നുള്ള കുചേലന്റെ പട്ടിണി മാറിയ കഥയും പ്രസിദ്ധമല്ലേ? അതെ, ദുഃഖമോചനത്തിൻ്റെ മാർഗം ഇതാണ്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക, സദാ ഈശ്വര വിചാരവും ഈശ്വര ചിന്തയും ഈശ്വര ഭജനവും ഉണ്ടാവുക. ഈശ്വരനെ ഭജിക്കുക എന്നുള്ളതൊരു തൊഴിലല്ല. ഈശ്വരനെ ആരാധിക്കുക എന്ന് പറയപ്പെടുന്നത് ഒരു പ്രത്യേക സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടൊക്കെ വച്ചിരിക്കും. ഈ ഒന്നും ചെയ്യാത്തവരോടുള്ള ആഹ്വാനമാണ്. അത് വലിയൊരു നിയമമാക്കി മാറ്റാതിരിക്കൂ. രാവിലെ കുറച്ച് നേരം ഈശ്വരനെ ഭജിക്കുക, പിന്നെ നമ്മുടെ ലൗകിക വ്യാപാരങ്ങളിൽ ഇങ്ങനെ ഇടുക. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കയറി വരുന്നത് എന്താണ്? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതലുള്ള ചിന്തകളും ഏറ്റവും കൂടുതലുള്ള നല്ല ഭാവനകളും ഈശ്വരനെ കുറിച്ചായിരിക്കണം നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. അങ്ങനെയല്ല, പത്രങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവായിട്ടുള്ള വാർത്തകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെങ്കിൽ ഇത് വായിച്ച് ബുദ്ധി മനസ്സിലേക്ക് സംപ്രേഷണം ചെയ്തു കൊടുക്കുന്നത്, മനസ്സിലേക്ക് കടത്തിവിടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ അവിടെ തള്ളി നിൽക്കും. ഈ പത്രം മാറ്റി വെച്ച് TV കാണാൻ തുടങ്ങിയാലോ വാർത്തകൾ വ്യത്യസ്തമല്ല. ഇനി ഒന്ന് അല്പം രസിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫോണെടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകൾ നോക്കിയാലോ അതിലുള്ളതും ഇതൊക്കെ തന്നെ. ഈ ആദ്യം പറഞ്ഞതായിട്ടുള്ളത് പല പല പ്രകാരം നമ്മളിലേക്ക് നിരന്തരം ഈ തേട്ടി വരുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു നല്ല വാർത്തകൾ, ശുഭകരമായുള്ള ചിന്തകൾ, നമ്മളുടെ മനസ്സിന് ആരോഗ്യം നൽകുന്നവ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നവ, നമ്മുടെ ബുദ്ധിക്ക് ആരോഗ്യം നൽകുന്നവ, നമ്മളുടെ ക്രിയാത്മകതയെ വർദ്ധിപ്പിക്കാൻ ഉതകുന്നവ, നമുക്ക് ഏതിനെയും പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കുന്നവ, ഇതൊക്കെയല്ലേ ജീവിതത്തിന് ഉണ്ടാകേണ്ടത്. അതൊക്കെ എത്രത്തോളം വിരളം എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല. പിന്നെ ഇതിനിടയിലൊക്കെ നമ്മളിവിടെ ജനിക്കാൻ കാരണമായ കർമ്മത്തിൻ്റെ ഒരുപാട് ഫലങ്ങളുണ്ട്. അത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ കൂടെ അവ വരും. അപ്പോൾ പ്രതിസന്ധികൾ വരും, ദുഃഖം വരും. അവിടെയൊക്കെ നമ്മൾ തളർന്നാലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ, ഞാൻ ഇത്രയൊക്കെ അമ്പലങ്ങളിൽ പോയതല്ലേ, ഞാൻ ഇത്രയൊക്കെ സമർപ്പണം ചെയ്തതല്ലേ, ഞാൻ ഇത്രയൊക്കെ നാമം ജപിച്ചതല്ലേ, ഞാൻ ഇത്രയൊക്കെ ഭാഗവതം വായിച്ചതല്ലേ, എന്നിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെ വരണമല്ലോ. നോക്കൂ, നമ്മൾ തന്നെ നമ്മളെ തളർത്താൻ നോക്കുകയാണ്. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് കൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ എനിക്ക് തരണം ചെയ്യാനുള്ള ശക്തി കിട്ടിയത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഇന്നതൊക്കെ ചെയ്തതല്ലേ എന്നുള്ള കണക്ക് പറഞ്ഞും കൊണ്ട് നാം ആ ഒരളവ് കോല് വെച്ചിട്ട് എന്തിന് അളന്ന് ജയിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, അളന്ന് തളരണു, അതും ശരിയല്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയാണ് ദുഃഖം, എങ്ങനെയാണ് അതിന് മോചനം എന്നുള്ളതാണ്. ദുഃഖവും മോചനവും എന്നായിരുന്നു നമ്മൾ ഇന്ന് നിശ്ചയിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുമ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ചിന്ത അതായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗവതാദി പുരാണങ്ങൾ, ഭഗവത്ഗീതയെ പോലെയുള്ള ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീതയിൽ ഉദാഹരണങ്ങളില്ല എന്നേ ഉള്ളൂ. ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ തന്നെയാണ് ഭാഗവതത്തിൽ ഉദാഹരണ സഹിതം, കഥാസഹിതം എല്ലാം നല്ല സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാർത്ഥലേശമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടി ഉള്ളതിൽ സംതൃപ്തനായി സമചിത്തത എന്നുള്ളത് ഒട്ടും കൈവിട്ടു പോകാതെ, ബാക്കി എന്തും പൊക്കോട്ടെ കുഴപ്പമില്ല, സമചിത്തത എന്നുള്ളത് കൈവിടരുത്. അത് കൈവിടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട്
ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്താണ് നിശ്ചയമില്ല. ഇന്ന് ആരുടെയും കമൻറ്റുകൾ ഞാൻ കാണുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്നെ കണ്ണ് തന്നെ ഇത്രയും പേര് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇപ്പോൾ മാത്രമാണ് ഒരു വരുന്നത്. ഇപ്പോൾ മുതൽ കമൻറ്റുകൾ വരാൻ തുടങ്ങി. പ്രദീപ് കുമാറിന് വന്നു, പ്രസന്നയുടെ ബേബി രാമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ വരാൻ തുടങ്ങും. ഇതുവരെയുള്ളതൊക്കെ എന്താണ് പറ്റിയത് നിശ്ചയമില്ല. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, രാധേശ്യാം. അപ്പോൾ നിൽക്കാറായപ്പോഴാണ് കമൻസുകളൊക്കെ വരുന്നത്. ഒരുപക്ഷെ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. ഇപ്പോൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇഷ്ടമായി എന്ന് എഴുതി കാണിക്കുന്നു. നാരായണായേതി സമർപ്പയാമി എന്ന് കാണിക്കുന്നു. കൈകൂപ്പുന്നതായിട്ട് കാണുന്നു. ഹരേ കൃഷ്ണ എന്നുള്ളത് കാണുന്നു. രാധേശ്യാം എന്നുള്ളത് കാണുന്നു. വളരെ 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 സന്തോഷം. അപ്പോൾ ഇനി 2-3 കാര്യങ്ങൾ പറയാനും കൂടെ ഉണ്ട്. നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നാളെ മുതൽ വളരെ സന്തോഷം. തിരുമേനി ഗീതാമോഹൻ, വിജയൻ തേലക്കാട്ട് രാധേശ്യാം, ഉണ്ണികൃഷ്ണ വാര്യർ രാധേശ്യാം, ശ്രീലേഖ അനിൽ, വത്സര ശ്യാം സുന്ദർ ഹരേ കൃഷ്ണ. ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഒന്നും എഴുതാൻ തോന്നില്ല. ഓക്കെ, ശരി, കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. വി ആർ സെൻഡിങ്. ഓക്കെ, സന്തോഷം. വളരെ 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 സന്തോഷം. വളരെ ഇൻഫോർമേറ്റീവ്. സന്തോഷം. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഇഷ്ടമായി. ഓക്കെ, സന്തോഷം. രാധേശ്യാം. അപ്പോൾ നാളെ മുതൽ ചിലപ്പോൾ ഒന്ന് കുറച്ച് ടൈം മാറ്റും. ഒരു ഭാഗവതം ഒരു മൊറ 7 ദിവസം കൊണ്ട് ഒരു അമ്പലത്തിലിരുന്ന് വായിക്കാനുള്ള ഒരു ക്ഷണം കിട്ടി ഇന്നലെ വൈകുന്നേരം. അപ്പോൾ നാളെ രാവിലെ മുതൽ ഒരു 6 to 10 അവിടെ പോയിരുന്ന് അമ്പലത്തിലിരുന്ന് വായിക്കണം. വൈകുന്നേരം ഒരു 1.5 മണിക്കൂറോളം വായിക്കണം. അങ്ങനെ 7 ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് ഭാഗവതം നടത്തി കൊടുക്കണം. വായിക്കുക മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പോൾ കുറേശ്ശെ ഭാഗവതമൊക്കെ നമ്മളിഞ്ഞ് നടത്താൻ തുടങ്ങുകയാണ് പുറമെ. അപ്പോൾ കുറേശ്ശെ അതിലേക്കൊക്കെ എൻഗേജ്ഡ് ആവാൻ പോവുകയാണ്. എല്ലാം വേണമല്ലോ. അതുകൊണ്ട് നാളെ മുതൽ നമ്മളിപ്പോൾ 11:30 to 12:30 എന്നുള്ള സമയമാണ് വച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ 12 മണി മുതൽ എന്നുള്ളതാക്കാം. ഈ 11:30 എന്ന് പറയാൻ ബുദ്ധിമുട്ടല്ല. ഞാൻ വായിക്കുന്ന സ്ഥലത്ത് വായിച്ചെത്താതെ വളരെ തിരക്ക് പിടിച്ച് അയ്യോ 11:30 ഞാൻ ലൈവ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓടി വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ സമയം ഒന്ന് മാറ്റുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറുപടി അയയ്ക്കുക. എനിക്ക് ലൈവ് ഒഴിവാക്കേണ്ടാതൊരു മോഹമുണ്ട്. അല്ല, സപ്താഹം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ ആവാം, വിരോധമില്ല. അപ്പോൾ എനിക്കൊരു ഭാഗവത സപ്താഹ പാരായണ യജ്ഞം 7 ദിവസം കൊണ്ട് വായിക്കുക എന്നുള്ളത് മാത്രം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സമയം എന്നുള്ളത് 11 മണി ആക്കുകയാണ്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 10-10:30 വരെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പാരായണം നിർത്താം എന്നുള്ളതാണ്. പക്ഷെ ഇവിടുന്ന് കുറച്ച് യാത്ര ചെയ്യാൻ ദൂരമുണ്ട്. അപ്പോൾ അവിടെ പോയി വരുമ്പോഴേക്കും വളരെ സന്തോഷം. അതുകൊണ്ടാണ് സമയം നമുക്ക് 12 to 1 മണി ആക്കാം. അപ്പോഴേക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ചെയ്ത് വയ്ക്കുക. അപ്പോൾ നാളെ മുതൽ ഇതാവും. പിന്നെ 29th മുതൽ ഒരു സപ്താഹം ഒരു വീട്ടിൽ ലെറ്റ് us go തിരുമേനി, ലെറ്റ് us കണ്ടിന്യൂ തിരുമേനി. ഓക്കെ, ശരി, ഒക്കെ തിരുമേനിയുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ 29th മുതൽ December 6th വരെ ഒരു സപ്താഹം ഒരു വീട്ടിൽ ഒരു ഇല്ലത്ത് ഉണ്ട്. മഞ്ചേരി അടുത്തൊരു ഇല്ലത്ത് ഉണ്ട്. അപ്പോൾ അവിടെ നെറ്റിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് അറിയില്ല, അവിടെ ചെന്നാലേ അറിയുള്ളൂ. അപ്പോൾ അത് മുൻകൂട്ടി ഒന്ന് അറിയിപ്പിക്കുകയാണ്. അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരാഴ്ച നമ്മുടെ പരിപാടികൾ നിർത്തിവെക്കും. അപ്പോൾ നാളെ മുതൽ 12 to 1 മണിയാണ് നമ്മുടെ സമയം. എല്ലാവരും അത് ഓക്കെ, നല്ല സമയം എന്ന്, കുഴപ്പമില്ല എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാം തിരുമേനി പറയുന്നത് പോലെ. ഓക്കെ, എല്ലാം ഞാൻ പറയണ പോലെ ആവണം. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നും കൊണ്ട് ഇന്നത്തെ ഭാഷണം ഒന്നും കൂടെയും കേൾക്കുക നിങ്ങൾ സമയമുള്ളതുപോലെ. വളരെ ഞാൻ തന്നെ ഗുണപ്രദമായ എന്ന് പറയണേക്കാൾ നല്ലത് വളരെ അർത്ഥവത്തായ, നമുക്ക് വേണ്ടതായ, നമ്മൾ ഏറെ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ കുറേ കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണെന്നുള്ളതൊക്കെ ശരി, കുറേ പറഞ്ഞവരാണ് ശരി, കുറേ കേട്ടവരാണ് ശരി. പക്ഷേ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ചിന്തകളാണ് ഇന്നത്തെ വിഷയങ്ങളിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സോ എല്ലാവരും വീണ്ടും പുനഃശ്രവണം ചെയ്യുക. വീണ്ടും നമുക്ക് ഭാഗവതമായിട്ടിരിക്കാം. ഈ ഭാഗവതവും ഭാഗവത കഥകളുമായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് മുഴുവൻ കിട്ടുന്ന ആ ഒരു എനർജി, അതൊരു അപാരമാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. നിങ്ങൾക്കും ആ അനുഭവം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിജ്ഞാനപ്രദമായിരിക്കണം, പ്രധാനമായിരിക്കണം. നമ്മളുടെ ബുദ്ധിക്കുള്ള ഒരന്നം മാത്രമല്ല, കേൾക്കാത്ത പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഉന്മേഷമുണ്ട്. അത് മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമാകുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അതാണ് മുഖ്യമായിട്ടുള്ളത്. ശരി, അപ്പോൾ നാളെ നമുക്ക് 12 മണിക്ക് വീണ്ടും കാണാം. എല്ലാ നന്മകളും നേരുന്നു, നിർത്തുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അമ്മതന്നാശ്രയം അമ്മതന്നാശ്രയം, അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം. അമ്മതന്നാശ്രയം അമ്മതന്നാശ്രയം, അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.